ഞാൻ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപ. നന്മകൾ ഏറെയെത്തിടും പാലത്തിങ്കലേക്ക് വീട്ടുകാരെ നാം ഒന്ന് ചേർന്നു നിൽക്കുക. നന്മകൾ ഏറെയെത്തിടും പാലത്തിങ്കലേക്ക്. പാലത്തിങ്കൽ തറവാട്ട് യോഗത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്നതുകൊണ്ട് തൃശ്ശൂരിൻ്റെ പ്രത്യേകത വെച്ച് നമുക്ക് ഇന്ന് ആളുകൾ കുറച്ച് കുറവാണ്. കാരണം ഇന്ന് ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് പെരുന്നാളുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു കുറവ് വരും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരുന്നു വിചാരിക്കാം. ബിഷപ്പും ഈ അടുത്ത സമയത്ത് എത്തിത്തരുന്നതെന്ന് തോമസ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ജോസേട്ടനെയാണ്. എന്ത് കാര്യത്തിനും ഒരു മിനിറ്റ് മുൻപ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസേട്ടൻ. പ്ലീസ്. പറപ്പൂര് ആന്റണി ഏലിയക്കുട്ടി ദമ്പതികളുടെ മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സെമിനാരിയിൽ ചേർന്നു. കേരളത്തിൽ മൈനർ സെമിനാരി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം റോമിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി റോമിൽ പോയി. റോമിലെ പ്രൊപ്പഗാൻഡ കോളേജിൽ നിന്ന് അദ്ദേഹം വൈദിക പഠനം പൂർത്തിയാക്കി. ആലപ്പാട്ട് പാലത്തിങ്കൽ കുടുംബ യോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് പോൾ, എൽഡേഴ്സ് കൗൺസിൽ ചെയർമാൻ ശ്രീ PM തോമസ്, സെക്രട്ടറി പയസേറ്റി, അക്കൗണ്ടൻറ്റ് ട്രഷറർ ജോസ് ജാൻസൺ, മറ്റ് മനോഹരമായിട്ടുള്ള സാധനത്തിൽ ആലപ്പാട്ട് പാലത്തിങ്കൽ കുടുംബയോഗത്തിൻ്റെ തറവാട്ട് യോഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഈ ചരിത്രഗ്രന്ഥം പ്രകാശനം ചെയ്യാനും കൈമാറാനും എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ജോസ് പോളിൻ്റെ അമ്മാമ്മ എൻ്റെ അമ്മായിയാണ്. ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം ആലപ്പാട്ട് പാലത്തിങ്കൽ തറവാട്ടുമായിട്ട് എനിക്ക് ഉള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ്. എല്ലാവർക്കും ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വിളിക്കുന്നവരാകരുത്, പാലം പണിയുന്നവരായിരിക്കണം, മറ്റുള്ളവരെ പറ്റി ജാഗ്രതയുള്ളവരായിരിക്കണം, താല്പര്യമുള്ളവരായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്ത ചരിത്ര പുസ്തകം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുസ്മരിക്കാനും
ഭാവിയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബിഷപ്പിന്റെ സ്നേഹം നിറഞ്ഞ വാക്ക്. നമ്മുടെ എൽഡിഎസ് കൗൺസിൽ പ്രസിഡന്റ് PM തോമസ് ഏട്ടൻ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, തറവാട്ട് യോഗത്തിന് ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തറവാട്ടംഗങ്ങളെ, നമ്മുടെ സിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലി, നമ്മുടെ പെൺമക്കള്, അവരുടെ ഫാമിലി, എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഏകദേശം 320 കൊല്ലം മുന്നേ പാറക്കടവ് ഭാഗത്തു നിന്നും കാട്ടൂരിലും പിന്നീട് Since then we were separated. I was in the northeast and he is down this side, and also he has been there in Australia. So I'd like to appreciate all your services as a priest, as a bishop. Okay, I'm happy to be present here on this occasion of the all beneficiaries of that beginnings of this Alapad Palathingal Taravat. All that we are today because we had a beginning. It had a root. Thank you, Father. PM തോമസ്. അഭിമന്യ പിതാവേ മാർ ബോസ്കോ പുത്തൂർ, ഇന്ന് തറവാട്ട് യോഗം സമ്മേളനം വളരെ വിപുലമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സാധാരണ തൃശ്ശൂർ വരുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് കാട്ടൂരിൽ നിന്നൊക്കെ അധികം ആൾക്കാരുള്ളത് കൊണ്ട് വരാൻ പ്രയാസപ്പെടും. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് നന്നായിട്ട് നല്ല ഗ്യാതറിംഗ് ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും വളരെ ഒരു വലിയ ഒരു തറവാടാണ് ആർപ്പാട്ട് പാലത്തിങ്കൽ തറവാട് എന്നുള്ളത് ഞാൻ സംശയം ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ Thank you, Thomas Seta. Now I would like to call upon Mr. A.T. Pius, Secretary, Tharavatu Yogam, to present the annual report. സ്നേഹം നിറഞ്ഞ തറവാട്ടംഗങ്ങളെ, 2024 ജാനുവരി 26 വൈകിട്ട് 6 Jose Jensen for the annual accounts. ിരിക്കുന്ന പിതാവ് ബോസ്കോ പുത്തൂർ നമ്മുടെ ബന്ധു കൂടി എന്ന് പറയാം. അദ്ദേഹത്തിന് നമ്മുടെ തറവാട്ട് യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദെൻ ട്രഷറർ ജോസ് ജൻസൺ, ഇവർ 3 പേരുമാണ് മീറ്റിംഗ് വിളിക്കുന്നതും ചാലക്കുടിയിലുള്ള എന്നെ വരുത്തുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നതും. I feel proud that we have been intimated all the goings on, although I am away by 25 kilometers. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പയസ് PM തോമസ് സാർ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയാം. സോ ഐ ഡോണ്ട് നീഡ് മോർ എക്സ്പ്ലനേഷൻ. ഈസ് എ ബിസിനസ് മാൻ ഇൻ ആൻഡ് അറൗണ്ട്. റിസൾട്ട് വൈദികരുടെ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ റവറൻഡ് ഫാദർ വർഗീസ് പാലത്തിങ്കൽ, പുരുഷന്മാരിൽ നിന്ന് 5 പേരാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കണേ. ശ്രീ PA ജോസ് കാട്ടൂർ, ഫ്രാൻസിസ് ആലപ്പാട്ട് എറണാകുളം, തറവാട്ടിലെ ബിഷപ്പായിരുന്ന മാർ ഡോക്ടർ ജോർജ് ആൽപ്പാണ്ട് പേജ്,
ആൾക്ക് 107 വയസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ തന്നോളൂ. ഇത് നമ്മുടെ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. പൊള്ളു പിടിക്കാനോ ദോശല്ല, ഇനി ദോശയാവും. ചെറുതവിടെ മേടിക്കണ്ട നീ പോയിട്ട്